ഹലോ ഗൈസ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് കർക്കിടക ഉണ്ടയാണ് ഉണ്ടാക്കാൻ പോണത്. ഇത് ഈ അരി എന്ന് പറഞ്ഞത് ഞവരാരി അരിയാണ്. അപ്പോൾ അത് എണ്ണയിലിട്ട് ചട്ടിയിലിട്ട് നല്ല അടിപൊളിയായിട്ട് മൂപ്പിച്ച് എടുക്കണേട്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വൈഫ് ഇവിടെ കൂട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതാദ്യം ഒന്ന് വറുത്തെടുക്കണം. ഓക്കെ, ഹലോ, പറഞ്ഞു. എൻ്റെ വൈഫ് പറയാൻ പോണാണ്. ഇത് കർക്കിടകം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ പണ്ടൊക്കെ നമ്മൾ ഓർക്കുവേ, കർക്കിടക അമ്മച്ചിമാരിലെ കർക്കിടകം ഉണ്ടായെന്ന് ഉണ്ടാക്കി തരുന്നത് വളരെ ഭയങ്കര പാടായ കാര്യമാണെന്നാണ് ഓർക്കുന്നത്. കർക്കിടകം ഉണ്ടാക്കാൻ വളരെ പാടാണ്. അപ്പം നമുക്ക് നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഈ കർക്കിടക സമയത്ത് നമ്മുടെ ശരീരപുഷ്ടിക്കും ആരോഗ്യത്തിനൊക്കെ നമുക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന വളരെ ചെറിയ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് നമുക്കും കർക്കിടകം ഉണ്ടാക്കി കൊടുക്കാം. അപ്പം ഞങ്ങൾ ചെറിയ രീതിയിൽ കർക്കിടകം ഉണ്ടാക്കാൻ പോവുകയാണ്. ഞങ്ങൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇത് 1/2 കിലോ ഞവരരിയാണ്. പിന്നെ ഇത് ടേബിൾ സ്പൂണിൽ 2 ടേബിൾ സ്പൂൺ ജീരകം, 2 ടീസ്പൂൺ കരിഞ്ചീരകം, 2 ടീസ്പൂൺ നമ്മുടെ ഉലുവ, ഇത് അയമോദകം. പിന്നെ കുറച്ച് സ്വാദിന് വേണ്ടി കുറച്ച് ഏലക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ഏലക്കയുടെ ഗുണം എന്താണ്? ഏലക്ക നമുക്ക് ഗുണമെന്ന് പറയണത് ഏലക്ക നല്ലൊരു ഫ്ലേവറാണ്. നമുക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് കൂട്ടണം. അങ്ങനെയൊക്കെ ചോദിച്ച് പപ്പ എന്നെ കഷ്ടപ്പെടുത്തല്ലേ. പിന്നെ നമ്മളിവിടെ ചക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ അരിച്ച് ഇതെല്ലാം കൂടി പൊടിക്കും നമ്മൾ. നമ്മുടെ അരി മൂത്ത് വരുന്നുണ്ട്. അതിങ്ങനെ മൂത്ത് പിടിച്ചിട്ട് ഇങ്ങനെ കയ്യിലിങ്ങനെ പൊട്ടണ രീതിയിലാകുമ്പോൾ കൈ വായിലൊന്നും എടുത്ത് കടിച്ചു നിൽക്കുക. മൂത്തുണ്ട്. ഒരു 2 മിനിറ്റ്. ഓരോന്ന് അരികൾ ഇങ്ങനെ പൊട്ടാൻ തുടങ്ങിയാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ പറയുന്നൊരു സംഭവം നമ്മൾ ഇട്ടില്ലായിരുന്നു, ആശാളി നമ്മുടെ റാഗിനെ പോലെ ഇരിക്കും ആശാളിയെ. ഇത് നമ്മൾ കഴിക്കുന്നത് ഈ പ്രസവ ശുശ്രൂഷക്കൊക്കെ ആ ടൈമിന് കഴിക്കും. ഇത് നമ്മളുടെ വയറിനൊക്കെ നല്ലതാണ്. ഒത്തിരി ഗുണങ്ങളുള്ളതാണ് ആശാളി. അപ്പോൾ എല്ലാവർക്കും ആശാളിനെ പറ്റി യൂട്യൂബിലൊക്കെ അടിച്ച് നോക്കിയാൽ അതിൻ്റെ ഗുണങ്ങൾ നമുക്കറിയാൻ പറ്റും. പ്രസവ ശുശ്രൂഷയ്ക്ക് കഞ്ഞിയായിട്ടൊക്കെ ഇത് ഈ സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് കഞ്ഞി ഉണ്ടാക്കാം കേട്ടോ. ആശാളി കരിഞ്ചീരകം നമ്മുടെ ഹൃദയത്തിന് ഹാർട്ടിനൊക്കെ നല്ലതാണ്. ഉലുവ നമുക്കറിയാമല്ലോ, ഉലുവ നമ്മളുടെ ഷുഗർ, ചീത്ത കൊളസ്ട്രോള് ഒക്കെ മാറാൻ നല്ലതാണ്. പിന്നെ നമ്മുടെ മുടിക്ക് സ്കിന്നിനൊക്കെ നമ്മുടെ ഉലുവ നല്ലതാണ്. പിന്നെ അയമോദകം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്ക് അയമോദകം വളരെ നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ കഴിച്ചപ്പോൾ നമുക്ക് ഗ്യാസ് ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ മൂത്ര സംബന്ധമായ അസുഖങ്ങൾക്ക് നമ്മുടെ അയമോദകം നല്ലതാണ്. പിന്നെ ജീരകം ഗ്യാസിന് മാറാൻ നല്ലതാണ്. പിന്നെ ഇത് നേരത്തെ പറഞ്ഞല്ലോ അതുപോലെ തന്നെ. അപ്പോൾ ഇത് വറുത്തിട്ട് നമുക്ക് മറ്റേ പാത്രത്തിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ അതങ്ങോട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മൾ ഞങ്ങളുടെ അപ്പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്, ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ അടുത്ത് ഇടാം. ജീരകം ഇട്ട് മൂപ്പിച്ചെടുക്കുന്നത്, വറുത്തെടുക്കുക. ചെറിയ രീതിയിൽ കരിഞ്ഞു പോകാതെ ജീരകം പൊട്ടും. ഇത് വളരെ സിമ്പിളാണ് കേട്ടോ. നമ്മൾ പാടാണെന്നും ആരും വിചാരിക്കരുത്. എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം. ഞങ്ങൾക്ക് നമ്മളിപ്പോൾ ഉള്ളവർക്ക് അമ്മച്ചിമാരുടെ സഹായം കൂടാതെ നമുക്ക് തന്നെത്താനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ പരിപാടി. മക്കളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞ് നമ്മുടെ പണിയൊക്കെ തീർന്ന് വലിയ ഭർത്താവ് കൂടി അല്ലേ ഉണ്ടാക്കുക. ജീരക ഏലക്കയും കൂടി ഇട്ട് അങ്ങോട്ട് മൂപ്പിക്കണേന്. അപ്പോൾ ഇതും അങ്ങോട്ട് ആ പാത്രത്തിലേക്ക് മാറ്റിയേക്കാം. ഓക്കെ, ഇനി അടുത്ത് എന്താണ്? ഉലുവയും കൂടി ഇട്ട് അങ്ങോട്ട് വറുക്കാം. അപ്പോൾ ഇത് കണ്ടോ, അതെ മൂത്ത് കഴിഞ്ഞാൽ ഇതേമാരെ കിടന്ന് പൊട്ടും അല്ലേ? നോക്കണണ്ട.
ശരിക്കൊന്ന് വറുത്തെടുക്കുന്നത്. അപ്പോൾ അത് മൂത്തിട്ടുണ്ട്. നമുക്കപ്പോൾ അത് പാത്രത്തിലേക്ക് മാറ്റാം. ഓക്കെ, ഇനി അടുത്ത് എന്താ കരിഞ്ചീരകം. അപ്പോൾ അതും നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. അടുത്തത് എന്താണ് ആശാളി. ഇത് അയമോദകം. ഇത് രാത്രി നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിച്ചിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോശം കറക്റ്റ് ആവുമെന്ന് പറയുന്നത്. ശോധന അതിട്ടപ്പോൾ തന്നെ നല്ല സ്മെല്ല് വന്നിട്ടുണ്ടല്ലോ. ഇപ്പം എല്ലാം വറുത്തപ്പം നല്ല അല്ലേ, ഒരു ആയുർവേദം വന്നിട്ട് വേണം. ഇട്ട തന്നെ പൊട്ടണുണ്ടോ? പൊട്ടട്ടെ അങ്ങോട്ട്, പൊട്ടം തന്നെ പൊട്ടട്ടെ. ഈ ആശാളി ഇടുമ്പോഴാണ് പെട്ടെന്ന് തന്നെ എടുക്കാം. ചൈനക്കാരുടെ പടക്കം പോലെ പൊട്ടൂല്ലേ. ഇത് നേരത്തെയൊക്കെ നമ്മുടെ അമ്മമാരൊന്നും നമുക്ക് ഉണ്ടാക്കി തന്നില്ലേ, നമ്മളറിയണില്ലല്ലോ. നമ്മ ഉണ്ടായിട്ട് വരുമ്പോഴേ അറിയാം. ഇതിപ്പോ എൻ്റെ അമ്മ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എല്ലാം ഉണ്ടാക്കി കൊടുക്കണം. ഞങ്ങള് ഇപ്പോഴാണ് പൊട്ടാൻ പോകുന്നത്. എന്താണ് പൊട്ടെന്ന് പറയുന്നത്? ശരി, ശർക്കര കട്ടായി പോവില്ല. ഇല്ല, ശർക്കര ഇല്ലപ്പ, ചക്കര. ചക്കര അടിപൊളി. പൊട്ടണ ചൈനക്കാരുടെ പടക്കം പോലെ പൊട്ടണ. നമ്മളെല്ലാം കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ. കിലോത്തിന് 2 സ്പൂൺ എന്നൊക്കെ പറയുമ്പോൾ നമ്മ ചെറിയ കുടുംബമല്ലേ. അല്ലേ, ഇതൊക്കെ ഇതിൻ്റെ സ്വാദം കുറേ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കൾ തിന്നിയിടും. അപ്പം എന്നാലെല്ലാം ഇത് ഇൻഗ്രീഡിയൻസ് അവരുടെ വയറ്റിലും പോകുന്നുണ്ട്. നമ്മളിതെല്ലാം കൂടി നമുക്കിത് പൊടിച്ചെടുക്കാം. മാറടോ. ഇത് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ. അത് കൊള്ളാം. നമ്മളിത് പൊടിച്ചെടുക്കുന്നുണ്ട്. ഓക്കെ, കണ്ട പൊടിച്ചെടുത്തപ്പോൾ സൂപ്പറായി. സൂപ്പർ മണം. നമ്മളിത് എല്ലാം കൂടി പൊടിച്ച് കഴിഞ്ഞപ്പോൾ ഇതുണ്ട്, അത് ഈ പരുവത്തിലായി. പിന്നെ അത് ഈ ചക്കര നമ്മൾ ഒന്നും കൂടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അതിലേക്ക് ഇടാം. ഓക്കെ, ഇതിലേക്ക് നമുക്ക് ഒഴിക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഒഴിച്ചങ്ങോട്ട് കൊടുക്കാം. അതങ്ങോട്ട് ഇങ്ങനെ കുഴച്ച് കൊടുക്കണം അല്ലേ. എല്ലാവർക്കും അറിയാട്ടോ, ഞങ്ങളെ സാധാരണ എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ് അല്ലേ. നമ്മളിത് പരീക്ഷിക്കുന്നു. ഞങ്ങളിപ്പോൾ രണ്ടാമത്തെ കഴിഞ്ഞ വർഷം ഉണ്ടാക്കി. ഇപ്പം ഇത് ആദ്യം കർക്കിടകം ആയപ്പോൾ തന്നെ നമ്മൾ ഉണ്ടാക്കി. ഈ വർഷം ഇത് രണ്ടാമത്തെ. ഈ വർഷം രണ്ടാമത്തെ. ഇച്ചിരി നെയ്യൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ മക്കള്, കുഞ്ഞു മക്കള്, അവർക്ക് ടേസ്റ്റ് വേണം. ഇതൊക്കെ ഞങ്ങൾ ആദ്യമായിട്ടുള്ള അല്ലേ. ഞങ്ങളൊരു ചെറിയ കുടുംബമല്ലേ. ഇപ്പം നമുക്ക് ഇത്ര സാധനങ്ങളൊന്നുമില്ല. ചെറിയ ചെറിയ സാധനങ്ങൾ വെച്ചുണ്ടാക്കും. മറ്റേ ഇത് കാണിക്കുന്നത്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഉണ്ട പിടിച്ചു കഴിഞ്ഞു. അല്ല, സോറി, കഴിഞ്ഞിട്ടില്ല. അവിടെ വൈഫ് പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഞാൻ ഇങ്ങനെ പിടിച്ച് വീഡിയോ അങ്ങോട്ട് തീർക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരെണ്ണം നമുക്ക് കഴിച്ചു നോക്കാം കേട്ടോ. നമുക്ക് കഴിച്ചു നോക്കാം കേട്ടോ, അങ്ങനെ ഉണ്ടാവും നോക്കാം. ഇച്ചിരി കയ്പുണ്ടോ? ഇല്ല.
ഇപ്പം ഉണ്ടാവും സൂപ്പറുണ്ടാവും. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ട പിടിക്കാം കേട്ടോ. ഇത് ചേട്ട പിടിച്ചത് വലുതും ഞാൻ പിടിച്ച ചെറുതൊക്കെ ആയിപ്പോയി. അപ്പം ഞങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും കർക്കിടകത്തിന് ഉണ്ട ഉണ്ടാക്കണം. ഓക്കെ, ഗുഡ് നൈറ്റ്.